മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്. ഹാപ്പി ഓണം, വിഷ് ഓൾ ദി ബെസ്റ്റ്. ചാമ്പിക്കോ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കൊട്ടാരക്കര മീഡിയയുടെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ ഒരു പൊന്നോണം കൂടി വരവായി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര മാർക്കറ്റിൻ്റെ കവാടത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കമാ. തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് നല്ല വൻ തിരക്കാണ് കൊട്ടാരക്കര മാർക്കറ്റിനുള്ളിൽ. അപ്പോൾ നിരവധി വ്യാപാര മേഖല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഫിഷ് മാർക്കറ്റ് ഉണ്ട്, പച്ചക്കറി ഐറ്റംസ് ഉണ്ട്, അങ്ങനെ നിരവധി തുണിത്തരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ മാടിപാടി വിളിക്കുകയാണ്, ഇവിടെ കയറി ഇവിടെ കയറുമെന്ന് പറഞ്ഞത്. വിലക്കുറവിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കൊട്ടാരക്കര മാർക്കറ്റിനുള്ളിൽ. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓണത്തെന്ന് വെച്ചാൽ വിപണി വളരെ സജീവമല്ലായിരുന്നു. ഇന്നേ ഉള്ളൂ, 2 ദിവസം കൊണ്ട് ഒരു ചെറിയൊരു അനക്കം വന്നുള്ളൂ. കാരണം മാർക്കറ്റ് പൊളിച്ചത് കൊണ്ട് കുറച്ച് മുനിസിപ്പാലിറ്റി ഇത്രയൊക്കെ സഹായിച്ച് തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് വലിയ കാര്യം. പഴയ മാർക്കറ്റും ഇപ്പം നമുക്കൊരു താൽക്കാലികമായിട്ടൊരു മാർക്കറ്റ് വന്നപ്പോൾ അതിന് എന്താണ് പറയാനുള്ളത്? ഞാൻ താൽക്കാലികമായിട്ടുള്ളൂ മാർക്കറ്റാണ്, വലിയ എങ്കിലും ഒരു സുരക്ഷിതമായ ഒരു മാർക്കറ്റാണ് അല്ലേ? സുരക്ഷിതമായ മാർക്കറ്റ് തന്നെയാണ്. അപ്പം മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ചെയർമാനും കൂടെ നല്ലപോലെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. SR രമേശ് മുൻകൈ എടുത്താണ് ഇപ്പോൾ ഇത്രയധികം സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഊപ്പാട് വന്നതിന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നു. ഏകദേശം ഇന്ന് നല്ലൊരു തെളിച്ചം കാണുന്നുണ്ട്. രാവിലെ നമുക്കൊരു പ്രതികൂലമായ രീതിയിൽ വന്നെങ്കിലും ഇപ്പം നല്ലൊരു അനുകൂലമായിട്ട് വെട്ടവ് കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ വിചാരിച്ചില്ല ഇന്ന് മഴ കൊണ്ടുപോകും, നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇപ്പം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഇടതും വലതുമായിട്ട് നിരവധി വ്യാപാര മേഖലകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു തിരക്കാണ്. നല്ല തിരക്കിൻ്റെ ഇന്ന് ഉത്രാടമില്ല, ഉത്രാടമായത് സ്പെഷ്യലായിട്ട് നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഓണത്തിന്റെ ഒരു നല്ല മാർക്കറ്റ്, നല്ല കച്ചവടമുണ്ട്. അപ്പോൾ പഴയ മാർക്കറ്റിനെ കുറിച്ച് പഴയ മാർക്കറ്റിൽ അത്ര ആളില്ലെങ്കിലും കുഴപ്പമില്ല. മാത്രമല്ല നമ്മുടെ വയനാട് ദുരന്തം കൂടെ ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. ഇവിടെ മാർക്കറ്റ് മാറിയ കാര്യം ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല. മാർക്കറ്റ് ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തത്. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം ചോയ്സ് നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലാണ്. പഴയ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ചോയ്സിൻ്റെ പുറകു സൈഡ് എന്ന് വെച്ചാൽ ചോയ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇനി കയറി വരാം. ഈ വ്യാപാര മേഖല അന്നേരം എങ്ങനെ തരണം ചെയ്തു പോകുന്നു? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കച്ചവടക്കാരൊക്കെ നല്ല സഹകരിച്ച് തന്നെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒരു സന്തോഷ പുലരിയിലാണ് നമ്മുടെ കൊട്ടാരക്കര മാർക്കറ്റിൻ്റെ ഉള്ളിലെ ഈ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ നിരവധി കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട്. നമുക്കിതെല്ലാം കണ്ടിട്ട് വരാം. മാത്രമല്ല ഇന്ന് ഉത്രാടം കൂടെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. എന്തുണ്ട്? ഒന്നുമില്ല, ദൈവം ഇങ്ങനെയൊക്കെ നടത്തുന്നു. വലിയ കച്ചവടമൊന്നും ഇല്ല, ഉള്ളവർക്കേ ഉള്ളൂ. നമുക്ക് ഓണത്തെക്കുറിച്ച് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? ഓണക്കുറിച്ച് ആളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്നാ കുറച്ച് പേര് കയറിയത്. ഇതുവരെ ആളൊന്നും കയറിയിട്ടില്ല, ഇന്ന് കുറച്ച് ആൾ കയറി. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ സഹോദരങ്ങൾ, അതായത് വയനാട് ദുരന്തം. നമ്മുടെ എല്ലാവരെയും ഓരോരുത്തരെയും കണ്ണീരടുത്തിക്കൊണ്ടാണ് നമ്മുടെ വയനാട് ദുരന്തം നടന്നതും നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് മിസ്സായത്. ഇവിടെ ഒരു ചേട്ടൻ എന്തോ പറയുന്നത്, നമുക്ക് കൊണ്ട് നോക്കാം എന്താണ് ചേട്ടാ എന്താണ് പറയുന്നത്? നാണക്കേട് കൊണ്ട് ഞങ്ങൾക്ക് അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൊളിച്ച് മാറ്റിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയായി. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പഴയ മാർക്കറ്റ് അത്രയേ ഉള്ളൂ. പഴയ മാർക്കറ്റും ഇപ്പോൾ താൽക്കാലികമായി തന്ന ഈ മാർക്കറ്റും എന്താണ്? പരിതാപകരമായ ബിസിനസ് അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആൾക്കാരൊന്നും കയറി വരാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും. എല്ലാവരും അവിടെ വന്നിട്ട് മാർക്കറ്റ് അറിയാത്ത രീതിയിൽ പോവുക തിരിച്ച്. പലർക്കും മാർക്കറ്റ് അറിയത്തില്ല. അത് പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയത്തില്ല.
അതാണ് ഏറ്റവും ഭയങ്കര സങ്കടമായിപ്പോയത്. അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ഓണം കഴിയുന്നവിടെ അവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരുടെ അടുക്കൽ പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയ മാർക്കറ്റിലോട്ട് മാറും എന്ന് പറഞ്ഞ് നമ്മൾ മാറുന്ന ഒരു പരസ്യം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കയറി വന്നേനെ. ഇതൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ പൊളിച്ച് മാറിയപ്പോഴത്തേക്ക് വിഷമങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഓണം നല്ലതുപോലെ പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ പഴയ മാർക്കറ്റ് ആണെങ്കിൽ എല്ലാവർക്കും അറിയായിരുന്നു, സുപരിചിതമാണ് കൊട്ടാരക്കര മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മാറി പഴയ മാർക്കറ്റിൽ നിന്ന് ഓപ്പോസിറ്റാണ് ഇപ്പം പുതിയതായിട്ട് താൽക്കാലികമായി നിർമ്മിച്ചു കൊടുത്ത മാർക്കറ്റ്. അപ്പോൾ കച്ചവടക്കാർ ഒന്നടങ്കം പറയുന്നത് ചെറിയൊരു പരിതാപകരമാണ്, മാത്രമല്ല ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മുടെ കൊട്ടാരക്കര മീഡിയയിലൂടെ വേണം ജനങ്ങൾ മൊത്തം അറിയാനും. അപ്പം പഴയ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് പുതിയ മാർക്കറ്റ്, താൽക്കാലിക മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഇവിടെ വരിക. അത്യാവശ്യം ചേട്ടാ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയുണ്ട്? വില ഇപ്പോൾ കുറച്ചൊക്കെ കൊടുക്കുക, ഇട്ടിരുന്നാൽ പിന്നെ നമ്മൾ വേസ്റ്റായി പോകത്തില്ലേ. അതുകൊണ്ട് 100 രൂപ, 120 രൂപ, 150 രൂപയ്ക്കൊക്കെ കൊടുത്ത് തീർക്കുക. അപ്പം 160 രൂപ, 170 രൂപ നാരങ്ങയുടെ വിലയാണ്. അപ്പോൾ എടുക്കുന്നോ? അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വില കുറച്ചാണ് ഇവിടെ ഈ മാർക്കറ്റിനുള്ളിൽ. അത്യാവശ്യം നല്ല നാരങ്ങയാണ്, അത്യാവശ്യം വില കുറച്ചാണ് കൊടുക്കുന്നത്. ഇപ്പം ഹോൾസെയിൽ വിലയിൽ 160 രൂപ ആ റേഞ്ചായിരുന്നു. ഇപ്പം അതിലും കുറച്ചാണ് ഇവർ ഈ നാരങ്ങ കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വരിക. ഹായ്, നമസ്കാരം. നമ്മൾ കൊട്ടാരക്കര മീഡിയയിൽ നിന്നാണ്. നല്ല കാര്യം. ഓണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓണത്തിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊളിയായി. എന്താണ് എന്തൊക്കെയാണ് വ്യാപാരം ചേട്ടൻ്റെ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ കിട്ടുന്നതല്ലേ വ്യാപാരം ചെയ്യുക. ആണോ? അല്ല, ഇപ്പോൾ ഇരിക്കുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ ഐസോ ഉമ്മിക്കരി. അതായത് ഉമ്മിക്കരിയൊക്കെ അത്യാവശ്യം വേണ്ട രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം ഉമ്മിക്കരി നമ്മൾ പണ്ട് ഉമ്മി പൊടിച്ച് ഇപ്പോഴും തേക്കുന്നവരുണ്ട്. ഇപ്പോൾ പേസ്റ്റിൻ്റെ കാലഘട്ടവും ബ്രഷിൻ്റെ കാലഘട്ടം വന്നുകൊണ്ട് ഉമ്മിക്കരി നമ്മൾ മറന്നിട്ടുണ്ട്. എങ്കിലും ഉമ്മിക്കരി അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ കാണിക്കുകയാണ് ഉമ്മിക്കരി. അതായത് നമ്മുടെ നെല്ലിൻ്റെ ഉമി എടുത്ത് പൊടിച്ച് ഉമ്മിക്കരി ഉണ്ടാക്കി പല്ല് തേച്ചൊരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴൊക്കെ മറഞ്ഞുപോയി, എങ്കിലും ഇവിടെ കൊട്ടാരക്കര മാർക്കറ്റിനുള്ളിലുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് പച്ചക്കറി വിലക്കുറവുണ്ട് നമുക്ക് അറിയണമല്ലോ അല്ലേ? നോക്കാം. ഉള്ളിയുണ്ട്, അതായത് കിഴങ്ങുണ്ട്, കൊച്ചുള്ളി, മുരിങ്ങയ്ക്ക, അങ്ങനെ നിരവധി ഐറ്റങ്ങളുണ്ട്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ വ്യാപാരം? നമ്മളെ പഴയ ഓണം പോലെ ഈ വട്ടം ആളും കയറുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. നമ്മളെ പഴയ മാർക്കറ്റ് ആയിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ആൾക്കാരെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കൊടുക്കാനൊരു ആകാംക്ഷയും അവർക്ക് വന്ന് വാങ്ങിക്കാൻ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ മാർക്കറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ആയിരിക്കും വലുതായിട്ട് അറിയാൻ വയ്യത് മാർക്കറ്റാണോ അതോ എന്തുവാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് കുറവാണ് ഇപ്പം വരുന്നത്. നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കിയിരിക്കുക. കസ്റ്റമർക്ക് നമ്മളെ അറിയാതെ പോകും. ഇതിനകത്ത് ഇവിടെ റോഡ് വരുമ്പോൾ അറിയാൻ വയ്യ മാർക്കറ്റാണെന്ന്. പഴയ കസ്റ്റമർ ആരും അധികം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മറ്റേ നമുക്ക് ഒരുപാട് കസ്റ്റമർമാരൊക്കെ ഉള്ളതായിരുന്നു. അതൊന്നും ആർക്കും അറിയാൻ വയ്യ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഓണം ഒരു വല്ലാത്തൊരു പരാജയത്തിലേക്ക് ഈ വട്ടം വന്നു ഞങ്ങൾക്ക്. ഇതിനകത്ത് ഇരിക്കുന്നവർക്കെല്ലാം അങ്ങനെ തന്നെ. പിന്നെ 1-2 കച്ചവടക്കാർക്ക് ഈ മെയിൻ വഴി ഇരിക്കുന്നവർക്ക് മാത്രമേ ഒരു ഇച്ചിരി കച്ചവടങ്ങളുണ്ട്. അല്ലാതെ ഇതിനകത്ത് ഇരിക്കുന്നവർ മൊത്തവും പരാജയത്തിലാണ്. അപ്പോൾ വലിയൊരു പരാജയമാണെന്നാണ് കൊട്ടാരക്കര മാർക്കറ്റിനുള്ളിലെ കാഴ്ചകൾ. മാത്രമല്ല പഴയ മാർക്കറ്റ് ഉള്ളപ്പോൾ അവിടെ നിരവധി കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ താൽക്കാലിക മാർക്കറ്റിലേക്ക് കിട്ടിയപ്പോൾ ആൾക്കാർക്ക് കഴിവതും അറിയുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ വന്ന് നിന്നിട്ട് പോവുക, വേറെ ഏതോ ഷോപ്പാണെന്ന് കരുതിയാണ് അവർ പോകുന്നത് മാത്രം. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലേ അറിയത്തുള്ളൂ ഇന്നടത്ത് ഇന്നാളുണ്ട്, നമ്മുടെ പഴയ മലയാളിമാരുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് അറിയത്തുള്ളൂ. അപ്പോൾ കഴിവതും ഇതിലൂടെ നിങ്ങളെ അറിയുക. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരിക. ഇപ്പോൾ ഇന്ന് ഉത്രാട വേണ്ടി നീ തിരക്കായിരിക്കും, കുറച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ നിന്നിട്ട് തന്നെ ചൂടെടുത്ത് വിശർക്കുന്നു ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഓക്കെ. ഓണത്തിൻ്റെ തിരക്ക് എങ്ങനെ എടുക്കാം? ഓണം ഇതല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഓണം. എല്ലാ കൊല്ലത്തെ പോലെ ഒന്നുള്ള ഓണങ്ങളൊന്നും ഇല്ല. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
പിന്നെ എന്താണ് പറയാനുള്ളത് വേറെ എന്തെങ്കിലും? എന്താ പറയാ, ഇത് നേരത്തെ മീഡിയയിലൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞതാ, ആരെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇനി അതിന് പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും പറയാനില്ല. അതെ. പിന്നെ എല്ലാവരുടെ കാര്യങ്ങളും ദൈവം നടത്തി കൊടുക്കുന്നു. മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും ഓണാശംസകൾ. ഓക്കെ ഓക്കെ, ഓണാശംസകൾ. ഓക്കെ അക്ക, താങ്ക് യു. പിന്നെ ഓണാഘോഷ പരിപാടിയൊക്കെ തുടങ്ങിയോ വീട്ടിൽ? വീട്ടിൽ തുടങ്ങിയില്ല, ഞങ്ങളുടെ പരിസരത്തൊക്കെ തുടങ്ങി. പരിസരമൊക്കെ തുടങ്ങിയില്ലേ? ആ ശരി. അപ്പോൾ ഒരു പാട്ട് പാടാം നമ്മുടെ ഓണത്തെക്കുറിച്ച്. ഓണത്തെ എനിക്കറിയത്തില്ല പാട്ട്. എന്തെങ്കിലും പറ, എന്തെങ്കിലും ഒരു പാട്ട് പാടാം, പാടിക്കോ. ഇതാരാ, മോളാണോ? മോളെ. ആ നമസ്കാരം ചേച്ചി, എന്താണ് പേര്? ബിന്ദു. ബിന്ദു. ചേച്ചി പിന്നെ ചന്തയ്ക്ക് ഉള്ളിലോട്ട് വന്നതാണ് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ടല്ലേ? അതായത് പ്രത്യേകിച്ച് ഉത്രാടമായതുകൊണ്ട് നല്ല തിരക്കായിരിക്കും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ ഓണം, വീട്ടിലെ ഓണമൊക്കെ എങ്ങനെ ഒരുങ്ങുന്നത്? ഓണമൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കൊട്ടാരക്കര മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടും? എനിക്കറിയില്ല. അല്ല, ഞാൻ വേണമെങ്കിൽ 2 മൂളി പാടാം. ചേച്ചി ബാക്കി പാടുവോ? എനിക്കറിയില്ല. അപ്പോൾ ചേച്ചിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നാണ് പറയുന്നത്. ഉത്രാട ദിനമായിട്ട് നമുക്കൊരു ചെറിയൊരു കലാകാരനെ നമ്മുടെ കൊട്ടാരക്കര മാർക്കറ്റിനുള്ളിൽ വെച്ച് കണ്ടു. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം മോനെ, എന്തോ പേര്? ഗൗതം. എങ്ങനെയുണ്ട് ഓണമൊക്കെ ആയിട്ട്? പുതിയ കുപ്പായൊക്കെ ഇവിടെ വാങ്ങിച്ചോ? എന്ത് ചെയ്യുന്നിട്ട്? അതാന്ന് എഴുതേ, പുതിയതാണോ? വേറെ ആരുണ്ട് കൂടെ? വേറെ ആരോ വന്നേ? ചേട്ടൻ എന്തി? ആ, ചേട്ടൻ്റെ പേരെന്തുവാ? ഗണേശ്. ഗണേശ്. അപ്പോൾ ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എവിടെ വീട്? പെരുങ്കുളം. ഇതാരാ, അമ്മയാണോ? അമ്മയാണോ. എന്താ പേര്? മഞ്ജു. ആ ശരി. ഒരു പാട്ട് പാടാമോ ചേച്ചി? എനിക്കറിഞ്ഞൂടാ, മോൻ പാടും. മോൻ പാടും. എനിക്ക് മോൻ്റെ പാട്ട് പാടിയതുകൊണ്ട് അങ്ങോട്ട് നോക്കി പാടിയ, ക്യാമറ നോക്കി പാടിയ. മാമൻ പിടിച്ചോളാം, മോൻ പാടിക്കോ. The best of friends can change a from into a smile when you feel down. The best of friends will understand your little tears. You will lend a hand. The best of friends, but the more the give all the love. Will lay hold. അടിപൊളി കേട്ടോ, കൊള്ളാം കേട്ടോ. സ്കൂളിലൊക്കെ പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്, കൊള്ളാം കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം. ശരി ചേച്ചി, ഹാപ്പി ഓണം. അങ്ങനെ ഓണത്തിനോടനുബന്ധിച്ച് കൊട്ടാരക്കര ഫിഷ് മാർക്കറ്റിനുള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ഉത്രാട ദിനമാണ്. നിരവധി മത്സ്യങ്ങളാണ് നമ്മുടെ ചുറ്റിനും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഉണ്ട് വെട്ടുന്ന ഐറ്റംസ് വരെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ചേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് ഐറ്റം? ഇവിടെ ചൂരയുണ്ട്, കോരയുണ്ട്, അയിലയുണ്ട്, പാരയുണ്ട്, പരവമുണ്ട്, പിന്നെ സകലമായ മീനുകളും ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ താൽക്കാലികമായ ഈ മാർക്കറ്റ് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, നല്ല മാർക്കറ്റ് തന്നെ. നല്ല മാർക്കറ്റ്, അത്യാവശ്യം വ്യാപാരമൊക്കെ നടക്കും. ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്. കിട്ടുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ ഐറ്റം ഒന്നും ഇവിടെ അല്ല. അല്ലല്ല. വരുക, വാങ്ങുക, നമ്മൾ മാന്യമായ റേറ്റിൽ വരുക, വാങ്ങുക, മാന്യമായ റേറ്റിൽ കൊടുക്കുക, അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് വേണ്ടി, തീർച്ചയായിട്ടും. എല്ലാവരും സാധാരണക്കാരല്ലേ, അപ്പോൾ എല്ലാവർക്കും ജീവിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കഴുത്തിറക്കുന്ന ഒരു മറ്റു പരിപാടികളൊന്നും ഇവിടെങ്ങുമില്ല. സാധാരണക്കാർ വന്നാലും പണക്കാർ വന്നാലും കറക്റ്റായിട്ട് ഒരു മാന്യമായുള്ള രീതിയിലാണ് ഈ മീനുകൾ കൊടുക്കുന്നതും. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നാസർ. അപ്പോൾ ഓണത്തിനാണ് വെച്ച് നമുക്ക് നാസർക്കൊക്കെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ഓണത്തെങ്കിലും ഓണമില്ലേ നാളെ? ഇന്ന് ഉത്രാടം തുടങ്ങി, നാളെ തിരുവോണം, അവിട്ടം, ചത അങ്ങനെ പോവുക. അപ്പോൾ ഒരു പാട്ട് പാടാം. അത് മാപ്പിളപ്പാട്ട് അറിയാവൂ? എന്തുവരും മതിയല്ലോ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ട്. അന്യായം എന്ന് വെച്ചാൽ അന്യായം. നസീറൊക്കെ കണ്ടു തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആർപ്പോ എല്ലാവർക്കും ഓണാശംസ നേരുന്നു. കൊട്ടാരക്കര മീഡിയയുടെ ന്യൂസ് ചാനൽ നിങ്ങളെല്ലാവരും കാണണം, വിലയിരുത്തണം. നിങ്ങളുടെ കമൻറ്റ് എല്ലാം വേണം. അപ്പോൾ പോട്ടെ, എല്ലാവർക്കും നല്ലൊരു ഉത്രാടദിന ആശംസകൾ നേരുന്നു. അപ്പോൾ കരിമീൻ എങ്ങനെ കാണാത്തതായിട്ടാണല്ലേ? 2 കിലോ ലാവോലി വലുത്, വലിയ നെമ്മീന്, വേളാപ്പാര, സർവ്വതും കൊടുക്കുക. എല്ലാം ലാഭത്തിൽ ഇഷ്ടം പോലെ കൊടുക്കുക. അടി പമ്പരം ബോട്ട് നാളെ ഉണ്ട്, എന്നുമുണ്ട്, ഇഷ്ടം പോലെ കൊടുക്കുക.
വില നോക്കുന്നില്ല. അതെ, ചൂരയൊക്കെ കിലോ 100 രൂപ റേറ്റിന് കൊടുക്കുക. ഭയങ്കര ചൂര കിലോ 100 രൂപ റേറ്റ്. ഓണ വിപണി വില കുറച്ച് കൊടുക്കുക. ഓണ വിപണിയാണ്ട് കിലോ നെമ്മീനൊക്കെ 700 രൂപ തീർന്ന്. അതെ, 700 രൂപ 800 രൂപ തീർന്ന് നെമ്മീൻ. ആണ്ടെ കരിമീന്, വലിയ ആവോലി, വിളഞ്ഞ പനവ. ഈ കരിമീൻ എവിടെ നിന്ന് കരിമീൻ ഇവിടുന്ന് കൊണ്ടുവരുന്ന വരുന്നത് വില കൂടുതലാ. നാടൻ മീൻ 800 രൂപ വിലയാ. മറ്റേതുണ്ട് വളർത്തു മീന്, അത് 400 രൂപയേ ഉള്ളൂ. ഇത് അസല് 800 രൂപയും GST കൊടുത്തേ കിട്ടൂ. അല്ലാതെ റോഡിൽ വിൽക്കുന്നത് വില കുറച്ചൊക്കെ വിൽക്കും, അത് കിട്ടത്തില്ല. അസല് 800 രൂപയും കൊടുക്കണം, 1 രൂപയും കുറച്ച് തരത്തില്ല. കരിമീന്റെ കാര്യത്തിൽ മാത്രം നോ കോംപ്രമൈസ്. ബാക്കി എന്ത് വേണമെങ്കിലും. പേരെന്തുവാ? എന്റെ പേര് മുജീബ്. മുജീബ്, ബാക്കി എന്ത് കാര്യത്തിലും അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത്. കരിമീനും ഉണ്ട്. നാടൻ മീൻ കാഞ്ഞിരട്ടായാലും 800 രൂപ വിലയാ. മറ്റേ വളർത്തു മീനാണെങ്കിൽ 400 രൂപ 500 രൂപ വിലയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. മലയാളികൾ അസൂര ചക്രവർത്തിയായ ശ്രീ മഹാബലിയെ നാളെ എതിരേൽക്കുന്ന ദിവസമാണ്. അത്തപ്പൂക്കളമൊരുക്കിയും ആഘോഷങ്ങളും ആർപ്പുവിളികളുമായിട്ട് നാളെ എല്ലാവരും തിരുവോണ നാളിൽ ആഘോഷമാക്കിയാണ്. ഒത്തുചേരലിൻ്റെയും ആഘോഷങ്ങളുടെയും ഒരു നിറവ് തന്നെയാണ് നാളെ. അപ്പോൾ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം റിപ്പോർട്ടർ സുജീഷ് പത്തനാപുരം.